ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റൽ ടൈപ്പ് ഓഫ് ബാങ്കിളിൽ നമ്മൾ ബീഡ്സ് വെച്ച് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ബാങ്കിൾ തന്നെയാണ് കേട്ടോ. ഇതിനുവേണ്ടി ഗ്ലാസ് ബീഡ്സും ഇതുപോലെയുള്ള മെറ്റൽ ബാങ്കിൾസുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാൻ B6000 ഗമ്മാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് B7000 ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ബാങ്കിൾ നമുക്ക് സ്റ്റോക്ക് വരുന്നതേ ഉള്ളൂ. ഈ വരുന്ന വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ കട്ടിങ് പ്ലെയർ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളതല്ല. നമ്മളിത് ഇങ്ങനെ കട്ടിങ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാങ്കിൾ ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്കത് കട്ടായി കിട്ടും. ഓക്കെ, നമുക്ക് എന്താ പറയുക, വേറൊരാളുടെ ഹെൽപ്പില്ലാതെ തന്നെ അത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കട്ടിങ് പ്ലെയർ നല്ല കട്ടിങ് പ്ലെയർ തന്നെ വേണം. ഇതുപോലെ 2-3 തവണ നമ്മളിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം, ഇത് ഞാൻ ഓൾറെഡി ഒരു 2-3 തവണ പ്രസ് ചെയ്ത് വെച്ച ഭാഗമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് കട്ടായി കിട്ടിയത്. ഇത് കണ്ടില്ല, ഇങ്ങനെ 2ആയിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച കാരണമാണ് ഇതിനെ പെട്ടെന്ന് കട്ടായി കിട്ടിയത്. അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടെന്ന് പറയാനില്ല. മെറ്റലിൻ്റെ ബാങ്കിൾ തന്നെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, വേറെ നമ്മൾ എന്താ പറയുക, കത്തി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഇത് വെച്ച് കട്ടിങ് പ്ലെയർ വെച്ചിട്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡിൽ നല്ല ടൈറ്റായിട്ട് പിടിക്കണം. അതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു 2-3 തവണ പ്രസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് മെറ്റീരിയലാണെന്നുള്ളത്. ചിലരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ബാങ്കിളാണ്, മെറ്റൽ ബാങ്കിൾ, നോർമൽ വളയാണെന്നുള്ളത്. പിന്നെ നമ്മളിങ്ങനെ ഏതൊരു ഐറ്റം ട്രെൻഡിങ്ങായി വരുമ്പോൾ യൂട്യൂബിൽ കാണുമല്ലോ, അങ്ങനെ യൂട്യൂബിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചത് കാരണം മെറ്റൽ ബാങ്കിളിൻ്റെ സ്റ്റോക്ക് വരുന്നുണ്ട്. സ്റ്റോക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ ആഴ്ച എത്തൂട്ടാ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഇതുപോലെ ഗമ്മ് എൻഡ് പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ കൊടുക്കുന്ന ഒരു 7 mm വരുന്ന ഷൈനിങ് ഗ്ലാസ് ബീഡ്സാണ് കൊടുക്കുന്നത് കേട്ടോ. 8 mm അല്ല, 8 mm ആകുമ്പോൾ ഒരുപാട് വലുതായിരിക്കും. ഓക്കെ, കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു 7 to 8 mm വരുന്നതാണിത്. അതിനുശേഷം നമ്മൾ ബീഡ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പാറ്റേണിൽ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഗമ്മ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഗമ്മ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു 24 മണിക്കൂർ, 24 hours അതിനൊരു സ്റ്റിക്കിങ് ടൈം ഉണ്ട്. അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ബീഡ്സ് അടർന്ന് പോരും. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം മാത്രം ഇത് നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പുതിയ മെറ്റീരിയൽ കിറ്റൊന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കിറ്റുകൾ വീഡിയോ എടുക്കാനുള്ള ഒഴിവില്ലാത്ത കാരണം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കിറ്റുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആവാം, താല്പര്യമുള്ളവർ ജോയിൻ ആവാം. അപ്പോൾ പുതിയ കിറ്റുകൾ വരുന്നതൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. നമുക്ക് വീഡിയോസ് എന്തായാലും കുറച്ച് ടൈം എടുക്കും റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗമ്മ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബാങ്കിൾ സ്റ്റോക്ക് എത്തിയതിന് ശേഷം ഇത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു കിറ്റിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻഷാല്ലാ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. ബാങ്കിൾ ഇത്ര ചെറിയ സൈസിന് പുതിയ സ്റ്റോക്ക് വരുന്നതിലുണ്ടാവും എന്നുള്ളത് അറിയില്ല കേട്ടോ. അത് സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ എന്തായാലും നമ്മൾ പുതിയ കുറച്ച് മെറ്റീരിയൽസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ യൂട്യൂബിൽ ഷെയർ ചെയ്യും. പിന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും. ഇതല്ലാതെയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് എൻഡ് പോർഷനും ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. ആ ഒരു ബാങ്കിളിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്തത് നമുക്കിങ്ങനെ പോറിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കയ്യിലൊക്കെ തട്ടുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്കൊന്നും കയ്യിലൊന്നും അങ്ങനെ തറയ്ക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ബീഡിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടറിയാം. ഒരു മാക്സിമം അതൊരു 7 to 8 mm ആണ് ഈ ഒരു ബീഡിൻ്റെ സൈസ് വരുന്നത്. നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലാണ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ബാങ്കിൽ എന്തായാലും ഈ വരുന്ന വെള്ളിയാഴ്ചയൊക്കെ ആവും എത്താൻ വേണ്ടിയിട്ട്.
ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയ ഒരുപാട് മെറ്റീരിയൽ കിറ്റ് നമ്മളൊരു 150 മെറ്റീരിയൽ കിറ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ കിറ്റുകൾ ആവശ്യമുള്ളവരും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബാങ്കിൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ഉണ്ടാവും. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആയത് കാരണമാണ് ഷോർട്ട് വീഡിയോ ആയിപ്പോയത് കേട്ടോ. താങ്ക് യു.